ഈ ആരോഗ്യ മന്ത്രി ഇക്കാര്യങ്ങളൊക്കെ ഇതിനോടകം ധരിപ്പിച്ചു എന്നാണല്ലോ സലാം പറയുന്നത്. ഒരു പരിശോധന, ഒരു അന്വേഷണ സമിതി, അതൊക്കെ ഇനി എപ്പോൾ പ്രതീക്ഷിക്കാം അശ്വിൻ? അധികം വൈകാതെ തന്നെ അതിലൊരു തീരുമാനമാകും എന്നുള്ളതാണ് ഉന്മേഷ് മനസ്സിലാവുന്നത്. കാരണം ആരോഗ്യമന്ത്രി വീണ ജോർജുമായി ഒരു നീണ്ട സംഭാഷണം ഇതിനോടകം തന്നെ സലാം MLA നടത്തിയിട്ടുണ്ട്. അതിൽ ഈ കാര്യത്തിന്റെ ഗൗരവങ്ങൾ മന്ത്രിയെ നിലവിൽ പറഞ്ഞ് ധരിപ്പിച്ചിട്ടുണ്ട്. അതിനുശേഷമാണ് ആരോഗ്യമന്ത്രിയുടെ കൂടെ നിർദ്ദേശത്തിന്റെ അടിസ്ഥാനത്തിലാണ് ഉഷയെ നേരിൽ കാണാനായി സലാം ഇവിടെ എത്തിയിരിക്കുന്നത്. അതിൽ ഉഷ തന്റെ ആശങ്കകൾ പങ്കുവച്ചിട്ടുണ്ട്. ഈ വണ്ടാനം മെഡിക്കൽ കോളേജിലേക്ക് ഇതിന്റെ തുടർ ചികിത്സയുമായി ബന്ധപ്പെട്ട് പോകാൻ ആഗ്രഹിക്കുന്നില്ല എന്നുള്ള കാര്യം കൂടി പറഞ്ഞിട്ടുണ്ട്. അതിന്റെ അടിസ്ഥാനത്തിലാണ് കുടുംബം ഏത് ആശുപത്രിയിൽ ചികിത്സ വേണമെന്ന് ആവശ്യപ്പെടുന്നു അവിടെ ചികിത്സ നടത്താനുള്ള കാര്യങ്ങൾ ആരോഗ്യ വകുപ്പ് മുഖേന നടത്തും എന്നുള്ളതാണ് നിലവിൽ സലാം MLA പറഞ്ഞിരിക്കുന്നത്. ഒപ്പം ഇതുമായി ബന്ധപ്പെട്ടൊരു അന്വേഷണ സമിതി വേണം എന്നൊരു ആവശ്യം അദ്ദേഹം പറയുന്നുണ്ട്. അത് വണ്ടാനത്തെ ഡോക്ടർമാരെ ഉൾക്കൊള്ളിച്ചുള്ള സമിതിയല്ല, പുറത്തെ വിദഗ്ധ ഡോക്ടർമാരടങ്ങിയ ഒരു വിദഗ്ധ സമിതി ഈ സംഭവങ്ങൾ അന്വേഷിക്കാൻ വേണ്ടി രൂപീകരിക്കണം എന്നുള്ളതാണ് അദ്ദേഹത്തിന്റെ ആവശ്യം. ഒപ്പം നിലവിൽ ഈ സംഭവം അറിഞ്ഞ ഉടനെ തന്നെ ആരോഗ്യവകുപ്പ് ഒരു ദ്രുതഗതിയിലുള്ള ഇടപെടൽ ഈ സംഭവത്തിൽ നടത്തിയിട്ടുണ്ട്. അതിന്റെ ഭാഗമായാണ് ഈ സംഭവം നടക്കുന്ന 2021 മെയ് മാസത്തിൽ ഡ്യൂട്ടിയിലുണ്ടായിരുന്ന ഡോക്ടർമാരുടെ ലിസ്റ്റ് ആരോഗ്യവകുപ്പ് ഇതിനോടകം തന്നെ എടുത്തിട്ടുണ്ട്. ഒപ്പം ഈ ശസ്ത്രക്രിയ നടത്തിയത് ഏത് ഡോക്ടറുടെ നേതൃത്വത്തിലാണ് എന്നുള്ള കാര്യവും ഇതിനോടകം തന്നെ ശേഖരിച്ചിട്ടുണ്ട്. അപ്പം അന്ന് ഡ്യൂട്ടിയിലുണ്ട്, ഇവരുടെ ഡ്യൂട്ടി ലിസ്റ്റിലുണ്ടായ ഡോക്ടർമാരുടെ പൂർണ്ണ വിവരങ്ങൾ ശേഖരിച്ചിട്ടുണ്ട്. ഇവർക്കെതിരെ കർശന നടപടി എന്നുള്ളതാണ് പറയുന്നത്. അപ്പം അന്ന് ഈ ഇതിന് നേതൃത്വം നൽകിയ ഡോക്ടർ ഇന്ന് വിരമിച്ചിരിക്കുകയാണ്. അവർ നിലവിൽ സർവീസിലില്ല. അതുകൊണ്ട് തന്നെ അവർക്കെതിരായ നടപടി ഏത് രീതിയിൽ മുന്നോട്ട് പോകും എന്നുള്ള കാര്യത്തിൽ വ്യക്തതയില്ല. എന്തായാലും നിലവിൽ ഈ സംഭവവുമായി ബന്ധപ്പെട്ട് ഇതിൽ ഉൾപ്പെട്ടിരിക്കുന്ന എല്ലാ ഡോക്ടേഴ്സിനെതിരെ കർശന നടപടി വേണം എന്നുള്ളതാണ് ആവശ്യം. അത് ആരോഗ്യ വകുപ്പിന്റെ ഭാഗത്തു നിന്ന് തന്നെ അധികം വൈകാതെ ആ നടപടികളിലേക്ക് പോകും എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. എന്തായാലും സർക്കാർ ഇടപെടൽ ഈ സംഭവത്തിൽ, ഈ വാർത്തയ്ക്ക് പിന്നാലെ ഉണ്ടായിരിക്കുന്നു. ആരോഗ്യവകുപ്പ് തന്നെ, ആരോഗ്യമന്ത്രി തന്നെ നേരിട്ട് ഈ സംഭവത്തിൽ ഇടപെട്ട കുറ്റക്കാർക്കെതിരായ നടപടി ഉണ്ടാകും എന്നുള്ളൊരു ഉറപ്പ് ഇപ്പോൾ ഈ ഉഷയെ അറിയിച്ചിരിക്കുകയാണ്. ഒപ്പം തുടർ ചികിത്സയ്ക്കും സർക്കാരിന്റെ ഇടപെടൽ സഹായം ഉണ്ടാകും എന്നുള്ളതാണ് സലാം MLA നേരിട്ട് വീട്ടിലെത്തി നൽകിയിരിക്കുന്നത്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, വണ്ടാനത്ത് പോകാൻ ആഗ്രഹമില്ലെങ്കിൽ അവർ പറയുന്ന ആശുപത്രി ഏതാണോ അവിടെ ഇതുമായി ബന്ധപ്പെട്ട ചികിത്സയ്ക്കുള്ള എല്ലാ സഹായവും നൽകും എന്നുള്ളതാണ് പറഞ്ഞിരിക്കുന്നത്. എന്തായാലും ഇനിയിപ്പോൾ തുടർ ചികിത്സ അടക്കമുള്ള കാര്യങ്ങൾക്കാണ് പ്രഥമ പരിഗണന നൽകേണ്ടത്. ആ വയറ്റിലുള്ള ശസ്ത്രക്രിയ ഉപകരണം എത്രയും വേഗം പുറത്തെടുക്കുക എന്നുള്ളതാണ് ഇനി ചെയ്യേണ്ടത്. അതിന്റെ മറ്റ് നടപടികൾ എങ്ങനെയാണ് എന്നുള്ള കാര്യങ്ങളിലൊക്കെ വിദഗ്ധരായ ഡോക്ടർമാരെ അവരുടെ ഉപദേശത്തിന്റെ അടിസ്ഥാനത്തിൽ മാത്രമേ നടക്കുകയുള്ളൂ. അതിലേക്കായിരിക്കും ഇനി എത്രയും വേഗം നിലവിൽ ഉഷയുമായി പോവുക. അതിന് സർക്കാരിന്റെ കൂടി ഒരു ഇടപെടൽ ഉണ്ടാകും. ഒപ്പം നിലവിൽ ഇപ്പോൾ വലിയ പ്രതിഷേധം ഇതുമായി ബന്ധപ്പെട്ട ഉയരുന്നുണ്ട്. പ്രതിപക്ഷ സംഘടനകളടക്കം അതിരൂക്ഷമായ വിമർശനം ഈ സംഭവത്തിൽ ഉന്നയിക്കുന്നു. അങ്ങനെ ഒരു വലിയ ഈ നേരത്തെ നമ്മൾ കോഴിക്കോട് കണ്ട ഹർഷിനയുടെ സമാനമായ സംഭവം ഇവിടെയും ഉണ്ടാകുന്നു എന്നുള്ളതാണ് മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം. എന്തായാലും വലിയ പ്രതിഷേധത്തിലേക്കും ഒപ്പം സർക്കാർ ഇടപെടലിലേക്കുമൊക്കെ ഈ സംഭവം പോവുകയാണ്. വണ്ടാനം മെഡിക്കൽ കോളേജിലുണ്ടായ അതീവ ഗുരുതരമായ ഒരു സുരക്ഷാ വീഴ്ചയായി ഇത് മാറുകയും ചെയ്യുകയാണ്. ഉന്മേഷ്, ശരി. അശ്വിൻ പാലാഴിയാണ് വാർത്തയുടെ വിശദാംശങ്ങൾ ഇപ്പോൾ നൽകിയത്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.